അതെ, പ്രഭാഷണം തുടരാണ്ട. നമ്മുടെ കാനഡയിൽ ഒരു പ്രശാന്ത് ശ്രീകുമാർ എന്ന് പറഞ്ഞ വ്യക്തി ചികിത്സ കിട്ടാതെ മരിച്ചതായിട്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ലേ? നമ്മളൊക്കെ വിദേശ രാജ്യങ്ങളിൽ കുടിയേറി പാർക്കുമ്പോൾ നമ്മളുടെ ആരോഗ്യ മേഖല അല്ലെങ്കിൽ ആരോഗ്യം എങ്ങനെ അവർ കെയർ ചെയ്യുന്നു എന്ന് ഉള്ളതിൽ ഒരുപാട് ഉദാഹരണങ്ങളിൽ ഒരെണ്ണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പല രാജ്യക്കാരുടെയും ആരോഗ്യ സംരക്ഷണം ഇങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ, ഇന്ത്യക്കാരെ മാത്രമല്ല. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഉയർന്ന ജീവിത നിലവാരം തേടി പോകുമ്പോൾ നമ്മളുടെ ആരോഗ്യത്തിൻ്റെ സംരക്ഷണം ആ രാജ്യം എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണം ഇപ്പം നമ്മൾ കണ്ടുല്ലേ. വളരെ നേരം നിന്നിട്ട് നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞിട്ട് പോലും അവർ വേദന സംഹാരി കൊടുത്തിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഏതായാലും ആ ഭാര്യയും ആ പിഞ്ചു മക്കളെയും വിട്ട് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പം ഇതിനെ കാരണങ്ങൾ അന്വേഷിച്ച് ഇന്ത്യ ഗവൺമെൻറ് ആണെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഈ വീഡിയോ സഹായകരമാകട്ടെ. അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യണം. വളരെ വേദന നിറഞ്ഞ ഒരു വാർത്തയാണ് നമ്മൾ 2-3 ദിവസമായിട്ട് കേൾക്കുന്നത്. അദ്ദേഹം പപ്പ എനിക്ക് വേദന എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോലും അവരൊന്ന് തിരിഞ്ഞു നോക്കാതെ ലാസ്റ്റ് കുഴഞ്ഞു വീണ് മരിക്കുകയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇത് ലോകത്ത് നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള ചർച്ചകളിലൂടെ പരിഹാരം കണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ തിരിഞ്ഞു നോക്കാത്തത്, ഒരു മനുഷ്യനെ വെറുതെ മരണത്തിന് വിട്ടുകൊടുത്തു എന്നും മാത്രമേ പറയാനുള്ളൂ കേട്ടോ.